ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി നമുക്ക് ആണ്ടവരെ മഹിഴവും നമുക്ക് ഇന്ന് എപ്പിസോഡ് 108 താൻ നമ്മൾ വിസാരിക്കാൻ പോകുന്നത്. എപ്പിസോഡ് 108 ഇങ്ങനെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം മുതൽ നമ്മൾ വാസിച്ചിടാം. നമുക്ക് ആണ്ടവർ ഇത് ബൈബിൾ സ്റ്റഡി താൻ. നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ ആണ്ടവർ നമ്മളോട് ഓരോ വാക്യത്തിൽ എന്നാണ് നമ്മളോട് പേശുന്നത് നമുക്ക് പാക്കലാം. ഈ ബൈബിൾ സ്റ്റഡി നമുക്ക് ആണ്ടവരുടെ മഹിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആണ്ടവർക്ക് പുകഴ്ചയ്ക്ക് വേണ്ടി അത് വരുമാറാകട്ടെ എന്ന് നമുക്ക് ജപിച്ചുകൊണ്ട് നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് പോയിടാം. ആണ്ടവർ ഇന്ന് 10 ദിവസത്തിൽ ആണ്ടവർ നമ്മളോട് എന്നാ പേശുവാൻ തക്കോണം ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ 4-ാം വാക്യത്തിൽ നമ്മൾ 3-ാം വാക്യത്തിൽ 3-ാം വാക്യം വരെ വാസിച്ചാച്ചേ എങ്കിൽ നമുക്ക് 3-ാം വാക്യം ഒന്ന് വാസിച്ചിട്ട് നമുക്ക് 4-ാം വാക്യത്തിലേക്ക് പോകാം. ശാഠ്യത്താലോ ദുർബലമാനത്താലോ ഒന്നും ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന ഏത് വേലയും ആണ്ടവരുടെ ചിത്തമനുസരിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ ഞാൻ ശാഠ്യത്താൽ അല്ലെങ്കിൽ എന്നാ ചൊല്ലുന്നത് ഞാൻ ഇത് മൂലം ഇത് ഒരു നമുക്ക് ഒരു എന്നാ നമ്മൾ എപ്പടി ചൊല്ലാൻ പറ്റും. നമ്മൾ ഒരാളെ നമ്മൾക്ക് അവരെ താഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പുകഴ്ത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാമേ ആണ്ടവരുടെ ചിത്തമായിരിക്കണം. അതുമല്ല നമ്മളെ തന്നെ താഴ്ത്തി വേണം ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ പേശേണ്ടത്. അത് മറ്റുമല്ല എന്നാ നമ്മൾ വാസിക്കുന്നത്. ஓரோருத்தன் மற்றவர்களை தன்னைக்கால் சேஷன் என்று கொள்வி. இங்கே சொல்வது என்ன சொல்ல, നീ മറ്റുള്ളവരെ അവർ ശ്രേഷ്ഠർ എന്ന് എണ്ണി വേണം നമ്മളോട് പേശാൻ. അതായത് നിന്നെക്കാട്ടി കഴിവുണ്ട് ആരായാലും പറവായില്ല, അല്ലെങ്കിൽ ആണ്ടവർ അവൻ മൂലം നൽകിയിരിക്കുന്ന വസനം എന്തിനു വേണ്ടി ആ വസനം നമുക്ക് തന്നിരിക്കുക, അത് നമുക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. ആണ്ടവരാണ് അവന് വചനം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അവന്റെ കഴിവല്ല. ആണ്ടവർ അവന് കൊടുത്ത വചനം താൻ അവൻ പേശത്. അതുകൊണ്ട് ആണ്ടവരുടെ നാമം താൻ ഇങ്ങനെ മഹിമപ്പെടുമാറാണ്. എന്നാൽ ഈ നമ്മൾ 4-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചിടാം. എന്നാ നമ്മൾ കായ്ക്കണം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. നിങ്ങൾ ചെയ്യുന്ന വേല വേല ചെയ്താലും നീ മറ്റുള്ളവർക്ക് ഗുണം വരുന്ന രീതിയിൽ വേണം. നമ്മുടെ ഗുണത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ നമുക്ക് ലാഭം കിടക്കുന്ന മാതിരിയല്ല, മറ്റുള്ളവർക്കും ലാഭം കിടക്കണം. അതായത് നിന്റെ വചനം, നീ ചൊല്ലുന്ന വചനങ്ങൾ അത് എന്നായിരിക്കണം, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അത് പ്രവർത്തിപ്പാനും അതുമൂലം ആണ്ടവരോട് അവർ കൂടുതൽ പറ്റിച്ചേരുവാനും ആണ്ടവർക്ക് വേണ്ടി അവർ വേല ചെയ്യുവാനും അവരെ ഇടയാക്കണം. അതിനു വേണ്ടി തന്നെ, അതായത് അവർക്ക് ബലം വരുവാൻ, അവർക്ക് ശക്തി വരുവാൻ, അവർക്ക് സന്തോഷം கிடைக்குവാൻ, അല്ലെങ്കിൽ അവർക്ക് സമാധാനം கிடைക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് ഉതകുന്ന മാതിരി ആയിരിക്കണം. അതായത് നമ്മുടെ ഗുണത്തിൽ നിന്ന് ചൊല്ലിയാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പെരിയ മനുഷ്യനാവണം എന്ന് വിചാരിച്ച് അല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ജ്ഞാനമിരിക്കുക എന്ന് വിചാരിച്ചല്ല നമ്മൾ പേശേണ്ടത്. നമ്മൾ എപ്പടി പേശണം? നമ്മൾ പേശുന്ന വചനം മുഖാന്തരം കേൾക്കുന്ന കേൾവിക്കാർക്ക് എന്നാ പറ്റണം? അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം വരണം. അതായത് ആണ്ടവരുടെ സമാധാനം അവർക്ക് கிடைക്കണം, ആണ്ടവരുടെ നേസം അവർക്ക് கிடைക്കണം, ആണ്ടവരുടെ കൃപ അവരുടെ മേൽ വരണം, ആണ്ടവരുടെ എല്ലാ ഗുണങ്ങളും അവരുടെ മേൽ വരുവാൻ തക്കോണം അവർ ബലപ്പെട്ട്, അവർ ശക്തിപ്പെട്ട്, അവർ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുവാൻ തക്കോണം ഉതകുന്ന മാതിരി താൻ നമ്മളുടെ വേലയെല്ലാമേ പണണം. അല്ലാതെ നമ്മൾ പണുവാന്നുണ്ടെങ്കിൽ അത് ആണ്ടവരുടെ ചിത്തമല്ല എന്ന് നമ്മൾ നല്ലപോലെ നമ്മൾ വിചാരിച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി, നമ്മളെ തന്നെ നമ്മൾ ഹമ്പിളാക്കി, നമ്മൾ ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെട്ട് ആണ്ടവരുടെ വചനം சொல்லണം, ഭയത്തോട് சொல்லണം, അല്ലെങ്കിൽ വിറയലോടെ നമ്മൾ ആണ്ടവരുടെ വചനം சொல்லണം. അത് മാത്രമല്ല, നമ്മൾ ജപത്താൽ വേണം
വേണം നമ്മൾ വചനം ചൊല്ലാൻ. കാരണം ആണ്ടവർ നിനക്ക് തരുന്ന വചനം താൻ നിനക്ക് പേശേണ്ടത്, അല്ലാതെ നിന്റെ ഹൃദയത്തിൽ വരുന്ന വചനമല്ല പേശേണ്ടത്. ആണ്ടവർ നിനക്ക് എന്നാ കൽപ്പിച്ച് നിന്നോട് ചൊല്ലാൻ വേണ്ടി ചൊല്ലിയോ അത് താൻ ചൊല്ലണം. നമുക്ക് ബലിയാമിനെ പറ്റി നമുക്ക് തിരിയും. അവൻ എന്നാ പണിയാച്ച് ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് ചെയ്യാത്ത കാര്യം നമ്മൾ പാക്കുന്നു. പലപ്പോഴും അവന് ധനമഹാത്മ്യം നമ്മൾ കണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് ശരിയാവാത്തില്ല. നമ്മൾ വാസിക്കുന്നത് ആണ്ടോർ നമ്മുടെ ചിത്തത്തിനല്ല ആണ്ടോട് ചിത്തത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് പ്രയോജനപ്പെടുവാൻ ആണ്ടവരുടെ വചനം നമുക്ക് ചൊല്ലുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഇടം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. നമ്മൾ എപ്പോഴും പാക്കേണ്ടത് അവർക്ക് ലാഭം கிடைக்குമോ, അവർ ആണ്ടവരെ വിശ്വസിക്കാൻ ഇടവരുമോ, അവർക്ക് ശക്തിപ്പെടാൻ ഇടം വരുമോ എന്ന് നമ്മൾ പാക്കണമെന്ന് നമ്മൾ ഇங்கே അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ഇங்கே ചൊല്ലിടുവാണ്. 6-ാം വാക്യത്തിൽ എന്തുവാണ് ചൊല്ലുന്നത്? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഇங்கே കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അവൻ്റെ താഴ്മയെ പറ്റി ഇங்கே ചൊല്ലുന്നത്. എന്നത് ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മ, അല്ലെങ്കിൽ അവൻ തന്നെത്താനെ താഴ്ത്തിയ വിധം നമ്മളോട് ഇங்கே പൗലോസ് നമ്മളോട് ചൊല്ലുക. അതായത് പൗലോസ് എന്നാ ചൊല്ലുന്നത്? നമ്മൾ ആരുടെ മാതൃക താൻ നമ്മൾ പാക്കണം? ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ മാതൃക താൻ പാക്കണം, അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ആ ചുവടിൽ തന്നെ നമ്മൾ നടക്കണം. ആണ്ടവർ എപ്പടി നടന്നാച്ചാൽ അതേ രീതിയിൽ നമ്മൾ നടക്കണം എന്ന് ഇங்கே ചൊല്ലുക. അതായത് ഇங்கே നമ്മൾ 5-ാം വാക്യത്തിൽ എന്തുവാ? ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതായത് ഇങ്ങനെ ചൊല്ലുന്നത്, നിന്റെ ഭാവം അല്ലെങ്കിൽ നിന്റെ മനസ്സിലെ വിചാരങ്ങൾ അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാമേ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ അതേ രീതിയിൽ തന്നെ വേണം. നമ്മൾ നല്ലപോലെ പുരിയണം. നമ്മൾ ആരുടെ വിധയാണ് നമുക്ക് തിരിവാം? നമ്മുടെ ഹൃദയത്തിൽ ആരുടെ വിധയാണ്? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വിധ താൻ നമ്മുടെ ഉള്ളിലിരിക്കും. അങ്ങനെ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വിധ നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മളിൽ വരുന്ന ഫലം ഏതായിരിക്കണം? ആണ്ടവരുടെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമായിരിക്കണം നമ്മുടെ ഫലം. അതായത് ആണ്ടവരുടെ യേശുക്രിസ്തു എപ്പടി ഇരുന്നോ അതുമാതിരി താൻ നമ്മൾ പേശണം. അതായത് ആണ്ടവരുടെ സീഡ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കെ, അതായത് നമ്മൾ നേരത്തെ വാസിച്ചാച്ചേ, നമ്മൾ പഠിച്ചാച്ചേ, എന്നെ വാസിച്ചാച്ചേ, ആണ്ടവരുടെ ആത്മാവ് താൻ നമ്മളിൽ ഇരിക്കും. അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്നാ എപ്പടി പേശാൻ முடியும்? നമുക്ക് പേശുന്ന എപ്പടി ഇരിക്കും? നമ്മൾ പേശുന്ന എല്ലാം ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് താൻ നമ്മൾ വേണം, അല്ലെങ്കിൽ ആണ്ടവരെ പോലെ തന്നെ വേണം. കാരണം അല്ലാതെ നമ്മൾ അത് മാറ്റാൻ മുടിയാതെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പടി ചൊല്ലിടുക, നമ്മൾ ഒരു മാങ്ങയുടെ ഒരു വിത നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ഫലം கிடைക്കും? നമ്മൾ ഒരു മാങ്ങയുടെ ഒരു വിത നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അരി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കുരു നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാ கிடைക്കും? മാങ്ങയുടെ മരം താൻ നമുക്ക് கிடைക്കും. മാങ്ങയുടെ മരമല്ല, അതിൽ கிடைക്കുന്ന ഫലം ഏതായിരിക്കും? മാങ്ങ താൻ. ഏത് മാങ്ങയുടെ വിത താൻ വെച്ച് അതേ മാങ്ങ താൻ கிடைക്കും. അതേപോലെ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വിതയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ ഉണ്ടായിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ ഇരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആ സെയിം സ്വഭാവം നിങ്ങളിലും വരണം എന്നാണ് ഇങ്ങനെ ചൊല്ലുന്നത്. 5-ാം വാക്യത്തിൽ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ചൊല്ലുന്നത്, നിങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ ഭാവം താൻ നിങ്ങൾ വരുമാറാകട്ടെ. 6-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ, യേശു ക്രിസ്തുവിനെ പറ്റി അവൻ്റെ മഹിമയെ പറ്റി ചൊല്ലുക. അവൻ ആരായിരുന്നു എന്ന് ഇങ്ങനെ ചൊല്ലുക. 1-ാം ഭാഗ്യം നമ്മൾ ഇങ്ങനെ 6-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ, അതായത് അവൻ ആണ്ടവരായിരുന്നിട്ടും
അവൻ ആരാണ്? അവൻ ആണ്ടവരായി ഇരുന്നിട്ടും ഇരിക്കെ അங்கே சொல்லுது അവൻ ആണ്ടവരാണ് എന്ന് சொல்லிட்டு രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ சொல்லுது? ഇരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ആണ്ടവരായിട്ടും ആണ്ടവർക്ക് സമം അമ്മായിട്ടിരുന്നിട്ടും തകപ്പനായ ആണ്ടവരെ ഒപ്പം ഇരിക്കണമെന്ന് വിചാരിക്കാതെ അവൻ തന്നെത്താനെ താഴ്ത്തി. അതായത് തകപ്പനായ ആണ്ടവർക്ക് കീഴ്പ്പെട്ട് തകപ്പനായ ആണ്ടവർ ചൊല്ലിയ മാതിരി ചെയ്തുകൊണ്ട് അവൻ ഇരുന്നാച്ചേ നമ്മൾ എന്ന് വാസിക്കുന്നു. അവൻ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? ജോൺ ഗോസ്പലിൽ എന്നാ വാസിക്കുന്നത്? അവൻ ആണ്ടവരുടെ ചിത്തം ചെയ്യുവാൻ താൻ ഈ ലോകത്തിൽ. ആരുടെ ചിത്തം ചെയ്യുവാൻ? ആണ്ടവരുടെ ചിത്തം. സ്വർഗത്തിലിരുന്ന പുത്രൻ, അല്ലെങ്കിൽ ആണ്ടവർക്ക് സമനായിരുന്ന പുത്രൻ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് ഒപ്പമായിരുന്ന പുത്രൻ, അവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവൻ താഴ്ചയേറ്റവനായി ലോകത്തിലേക്ക് വന്നു. കാരണം എന്തുകൊണ്ട് അവൻ താഴ്ചയേറ്റവനായി തീർന്നു? നമ്മൾ ഏറ്റവരായിരുന്ന നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ താഴേണ്ടി വന്നു. അവൻ തന്നെത്താനെ താഴ്ത്തി. അവൻ നമുക്ക് സമമായിട്ട് തീർന്നു. അവൻ്റെ സ്വഭാവം ആ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൗഢി കാണിക്കാതെ അവനെ തന്നെ താഴ്ത്തി അവൻ ആ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ച് അവൻ ദൈവത്തിന് വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങൾ താൻ ഇങ്ങനെ വിസാരിക്കുന്നത്. നമ്മളൊന്ന് വിചാരിച്ച് നോക്കിയേ. ഒരു പൈസ പണക്കാരൻ്റെ വീട്ടിൽ പോയി അവരുടെ മക്കൾ എപ്പടി പേശും, എപ്പടി പെരുമാറും? അവൻ്റെ സ്വഭാവം എല്ലാം എപ്പടി പണക്കാരൻ്റെ സ്വഭാവം താൻ. അവൻ അഹംഭാവം ഇരിക്കെ അവൻ തന്നെത്താനെ താഴ്ത്താതെ ഞാൻ പണക്കാരൻ, താൻ എൻ്റെ കയ്യിൽ പൈസ ഇരിക്കെ എന്ന് ചൊല്ലി അവൻ്റെ ഗർവം അല്ലെങ്കിൽ അവൻ്റെ ആ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തു അല്ലെങ്കിൽ താപ്പനായരുടെ സ്വഭാവം വിട്ട് അവൻ തന്നെത്താനെ താഴ്ത്തി അവൻ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നു. നമുക്ക് ആരുടെ സ്വഭാവം கிடைക്കണം? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം താൻ നമുക്ക് கிடைക്കണം. ഞാൻ നിർത്താൻ പോവുകയാണ്. ആണ്ടവർ നമ്മളോട് പേശുന്നത് നമ്മൾ ഒന്നുകൂടെ ഗവനിച്ചിട്ട്, നമ്മൾ ആണ്ടവരുടെ വേല ചെയ്യുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കീഴ്പ്പെടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന വേല മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന വേല മറ്റുള്ളവരെ കൂടുതൽ ശക്തീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്ക് പ്രയോജനം ആവുന്ന അല്ല, മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം വരുന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. അവരും ഫലം കായ്ക്കണം. ഞാൻ മാത്രം ഫലം കായ്ച്ചാൽ പോരാ, അവരും ഫലം കായ്ക്കാൻ വേണ്ടി അവരെ നമുക്ക് നടത്തണം, അവരുടെ വഴിയെ നടത്തണം. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ചേ. ആണ്ടവർ നിങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ. ആണ്ടവർ നിങ്ങളെ മഹിമപ്പെടുത്തുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൽ ദൈവം നിങ്ങളെ മേൽക്കുമേൽ ഉയർത്തുമാറാകട്ടെ. ആമേൻ.